എല്ലാവർക്കും ചെസ് മെക്കാനിക്സ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എന്താണ് ചെക്ക്, ചെക്ക്മേറ്റ്, പിന്നെ ചെക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചെക്കിനെ കുറിച്ച് നോക്കാം. കിങ്ങിന് നേരെ വരുന്ന അറ്റാക്കിനെയാണ് ചെക്ക് എന്ന് പറയുന്നത്. ഈ ഒരു പൊസിഷനിൽ റൂക്ക് B1 വന്നിട്ട് കിങ്ങിന് നേരെ ഒരു അറ്റാക്ക് കൊടുക്കുന്നു. ഈ ഒരു അറ്റാക്കിനെയാണ് ചെക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കിങ്ങിന് മൂവ് ചെയ്ത് ഈ ചെക്കിന് രക്ഷപ്പെടാൻ പറ്റും. ഇപ്പോൾ കിങ്ങിന് മൂവ് ചെയ്ത് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു പൊസിഷനിലാണെങ്കിൽ ഇനി കിങ്ങിന് ഈ സ്ക്വയറിലോ മൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ സ്ക്വയറെല്ലാം റൂക്ക് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കിങ്ങിന് ഈ ഒരു ചെക്കിന് രക്ഷപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കിതിനെ ചെക്ക്മേറ്റ് എന്ന് പറയാം. ഇനി നമുക്ക് ചെക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഇവിടെ റൂക്ക് B1 വന്ന് വൈറ്റിന് ചെക്ക് കൊടുത്താൽ നമ്മൾ 3 കാര്യങ്ങൾ ആലോചിക്കണം. അതായത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ABC നമുക്ക് തിരിച്ചൊരു കോഡിലൂടെ പറയാം. CBA. C എന്ന് വെച്ചാൽ ക്യാപ്ചർ എന്ന് വെച്ചാൽ ഒരു പീസിനെ വെട്ടിയെടുക്കുക. B എന്ന് വെച്ചാൽ ബ്ലോക്ക്, ചെക്ക് ബ്ലോക്ക് ചെയ്യുക. A എന്ന് വെച്ചാൽ അവോയ്ഡ്, ചെക്കിൽ നിന്ന് ഒരു സേഫ് ആയിട്ടുള്ള സ്ക്വയറിലോട്ട് മാറുക. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വേണം ചെക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ബ്ലാക്ക് റൂക്ക് വൈറ്റിന് ചെക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങൾ ക്യാപ്ചർ, ബ്ലോക്ക്, അവോയ്ഡ്. അപ്പോൾ ഇവിടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഒപ്പോണൻറ്റിൻ്റെ പീസിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ബിഷപ്പ് റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു പൊസിഷൻ വയ്ക്കാം. ഇപ്പോൾ ബ്ലാക്കിൻ്റെ റൂക്ക് വൈറ്റിന് ചെക്ക് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പീസും ഇല്ല, അതുകൊണ്ട് ക്യാപ്ചറിങ് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ ക്യാപ്ചറിങ് പറ്റാത്തതുകൊണ്ട് അടുത്തത് നോക്കാം. ഇവിടെ ബ്ലോക്ക് പറ്റുമോ എന്ന് നോക്കിയാൽ അത് പറ്റും. കാരണം ഈ ബിഷപ്പ് F1 വന്ന് ചെക്കിനെ ബ്ലോക്ക് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത് വേറെ ഒരു പൊസിഷൻ കൂടെ നോക്കാം. ഇപ്പോൾ ബ്ലാക്കിൻ്റെ റൂക്ക് വൈറ്റിൻ്റെ കിങ്ങിന് ഒരു ചെക്ക് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ക്യാപ്ചറിനെ കുറിച്ച് ആലോചിക്കാം. റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പീസും വൈറ്റിൻ്റെ ഇല്ലാത്തതുകൊണ്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. അടുത്ത് ബ്ലോക്ക് ചെയ്യാനും വൈറ്റിൻ്റെ വേറെ പീസസ് ഒന്നുമില്ല, അതുകൊണ്ട് ബ്ലോക്കും പറ്റില്ല. പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത് അവോയ്ഡ്. ഈ ഒരു ചെക്കിന് കിങ്ങിന് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ അതിനെയാണ് അവോയ്ഡ് എന്ന് പറയുന്നത്. ഇവിടെ കിങ്ങിന് പോകാൻ പറ്റുന്ന ഒരു സേഫ് സ്ക്വയർ ഉണ്ട്, കിങ് H2. അങ്ങനെ കിങ്ങിന് ആ ചെക്കിന് രക്ഷപ്പെടാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പൊസിഷൻ നോക്കിയാൽ കാണാം. വൈറ്റിന് ബ്ലാക്കിൻ്റെ റൂക്കിനെ ക്യാപ്ചർ ചെയ്യാനോ ബ്ലോക്ക് ചെയ്യാനോ അവോയ്ഡ് ചെയ്യാനോ ഒരു ചാൻസസും ഇല്ല. ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത ചെക്കിനെയാണ് ചെക്ക്മേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ചെക്കും ചെക്ക്മേറ്റും, ഒരു ചെക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ അതിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.